ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മൾ വെറുതെ കിച്ചണിലൊക്കെ വെക്കുന്ന സംഭവമാണ്. വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളയുന്ന, വെറുതെ ആവശ്യമില്ലാണ്ട് കളയുന്ന സംഭവമൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഏതാ സാധനം എന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിന് ഭയങ്കര ഗുണങ്ങളാണ്, ഭയങ്കര യൂസസ് ആണ് ഉള്ളത്. നമ്മുടെ ഹെയറിനായാലും ശരി, ഫേസിനായാലും ശരി, ഭയങ്കര റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം വെച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഭയങ്കര റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഒറ്റ യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഫേസ് നല്ലോണം ബ്രൈറ്റനായി, അതേപോലെ തന്നെ ഡൾ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, അതേപോലെ ടാൻ അടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ടാനിങ് ഒക്കെ നല്ലോണം മാറി. അത് നിങ്ങൾക്ക് വഴിയെ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം റിസൾട്ടാണ് കിട്ടിയതെന്ന്. എൻ്റെ ബിഫോറും ആഫ്റ്റർ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ ടാനിങ് നല്ലോണം മാറി, പ്രത്യേകിച്ച് കാലിൻ്റെ ഗൈസ്. കാലിൽ നല്ല ടാനിങ് ആയിരുന്നു, അത് നല്ലോണം മാറിയായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് 10,000 500 1000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ. ആ ഫേഷ്യലിന് ഉള്ള കാശ് പോലും വേണ്ട നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിനൊക്കെ. കഞ്ഞിവെള്ളം ഡെയിലി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവമാണല്ലോ. ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യണേക്കാൾ ഭയങ്കര റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇടുമ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് എന്താണ് ഫേസ് പാക്ക് എന്ന് കണ്ടിട്ട് വരാം. കഞ്ഞിവെള്ളം മുഖ്യമ്പിക്കലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ കൊറിയക്കാരൊക്കെ ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഈ പച്ചരി ഇങ്ങനെ കുതിർത്ത് വെച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതെന്നും പറയുന്നത്. ഈ കഞ്ഞിവെള്ളമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് തന്നെ എടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം എടുക്കുക. ഞാനൊരു 3-4 ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് എന്താണ്, ഇഡ്ഡലിയും ദോശയുടെയൊക്കെ മാവ് ഉണ്ടല്ലോ, അതാണ് എടുത്ത് വെച്ചേക്കണത്. ഉപ്പിട്ട് വെച്ചേക്കണയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ഇടാറുള്ളതാണ്. ഉപ്പ് ചേർത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ മാവാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഡെയിലി അല്ല, അതായത് മാവ് ഈ മറ്റേ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും 1 ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ മുഖത്ത് ഇടാറുണ്ട്. ഭയങ്കര റിസൾട്ടായിരിക്കും. ഇതുവരെയായിട്ടും ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി, പെട്ടെന്ന് അത് വലിയും. 10 നേരം ഇട്ട് വെച്ചിട്ട് നമുക്ക് കഴുകി കളയുമ്പോഴേക്കും മുഖം നല്ലോണം വെട്ടി തിളങ്ങും. അത്രയ്ക്ക് റിസൾട്ടാണ് കിട്ടുക. നല്ലോണം ഒന്ന് ബ്രൈറ്റനാവും. പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, ദോശയൊക്കെയാണ് അന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ ആ മാവ് ഒന്ന് കുറച്ച് മുഖത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അതായത് ഒരു 5 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അത്രയ്ക്ക് റിസൾട്ട് കിട്ടും, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ്. അപ്പോൾ ഈ രണ്ടും കൂടി ഇടുമ്പോൾ തന്നെ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലൂസ് ആണല്ലോ പാക്കിൽ ഉള്ളത്. അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാവാൻ വേണ്ടിയാണ് ഞാൻ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്തേക്കുന്നത്. മുൾട്ടാണി മിട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് അതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ദോശമാവ് ഇല്ലെങ്കിൽ, എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ലല്ലോ ദോശമാവ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അരിപ്പൊടിയില്ലേ, പച്ചരി പൊടിച്ചത് അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഉഴുന്ന് പൊടിച്ചതുണ്ടല്ലോ, ഇതായാലും ഇട്ടാൽ മതി. പക്ഷേ എന്തായാലും കഴിവതും നിങ്ങൾ ഈ സെയിം തന്നെ എടുക്കാൻ നോക്കുക. അതായത് ദോശമാവും കഞ്ഞിവെള്ളവും മുൾട്ടാനിമിട്ടി അല്ലെങ്കിൽ കടലമാവ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ ആ ദോശമാവ് മാത്രം ഒന്ന് മുഖത്തിട്ട് നോക്കുക ഗൈസ്. നിങ്ങൾ റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്ര റിസൾട്ട് കിട്ടാറുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. ഇപ്പോൾ വേറെ ഫങ്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു പാക്കും ഇടാൻ സമയമില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും കഴുകി കളഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് എൻ്റെ കൈയും കാലും ഒന്ന് കണ്ട് വെച്ചേക്കാം കേട്ടോ. എനിക്ക് നല്ലോണം ടാൻ അടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ പകുതി കയ്യിലും പിന്നെ ഒരു കാലിലുമായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ റിസൾട്ട് എന്തോരം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ലോണം സ്ക്രബ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഇടാൻ നോക്കുക.
കൊടുക്കുക. ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ മുഖത്തും കഴുത്തിലും പിന്നെ കാലിലും കയ്യിലൊക്കെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കാലിലും ഇടുന്നുണ്ട്. കാലിലും അതുപോലെ തന്നെ ഞാൻ നല്ലോണം മസാജ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന പാക്കാണ് കേട്ടോ. പെട്ടെന്ന് വലിയും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാവൊക്കെയാണല്ലോ, മാവും പിന്നെ ഈ വെള്ളമല്ലേ, അതായത് കഞ്ഞിവെള്ളം വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. അതൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങും. നമ്മൾ എന്നിട്ട് മുഖത്തും കൂടി അപ്ലൈ ചെയ്യാണ്. പിന്നെ നമ്മൾ തൈരൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉണങ്ങുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴുത്തിലും മുഖത്തും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതായത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉണ്ടാക്കി വെച്ച കഞ്ഞിവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി ഈ ഫേസ് പാക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഓയിലി സ്കിൻ ഉണ്ടല്ലോ, ഓയിലി സ്കിന്നുകാർക്കായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. ഡ്രൈ സ്കിൻ ആകുമ്പോഴും കുറച്ച് വലിയാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ഡ്രൈ സ്കിൻകാർ ഓയിലി സ്കിന്നിന് നല്ല ആപ്റ്റായിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരെ ഞാൻ വെച്ചുള്ളൂ. അപ്പോൾ തന്നെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ടാണ് കഴുകിക്കളയണം. ഇതുപോലെ തന്നെ കഴുകിക്കളയാം കേട്ടോ. നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. എന്നാലാണ് അതിൻ്റെ ഒരു ആക്ച്വൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് വീഡിയോ സ്പീഡാക്കിയതാണ്. നിങ്ങൾ പതിയെ വേണം മസാജ് ചെയ്ത് കഴുകിക്കളയാൻ കേട്ടോ. ഞാൻ ഇട്ടിട്ട് കണ്ടില്ലേ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭയങ്കര വെളുത്ത് പാറുന്നല്ല, ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. നല്ലോണം സ്കിൻ ബ്രൈറ്റ് ആവും. ഈ വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല ബ്രൈറ്റനായിട്ടുണ്ട്. എൻ്റെ ഇടാത്ത കൈയും ആ കൈയും കൂടി നോക്കിയാൽ മതി, അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ കാലിലാണെങ്കിലും ഞാൻ നല്ലോണം മസാജ് ചെയ്തിട്ടാണ് കഴുകി കളയുന്നത്. അതുപോലെ തന്നെ നല്ലോണം വെള്ളമൊഴിച്ച് മസാജ് ചെയ്തിട്ട് അതായത് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക. ഈ കാല് നല്ല ടാൻ അടിച്ചിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇട്ട കാല് നോക്കുക, നല്ലോണം ഒരു ബ്രൈറ്റനായിട്ടില്ലേ, ഒരു ഗ്ലാസ് സ്കിൻ പോലെ വന്നിട്ടില്ലേ, നല്ലോണം ബ്രൈറ്റൻ ആവട്ടോ. ടാനിങ് ഒക്കെ നല്ലോണം മാറും. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിക്കണേ നല്ലോണം മാറിയിട്ടില്ലെന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പം ഈ വീഡിയോയിൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ട്. മറ്റേ മാവായതുകൊണ്ട് പെട്ടെന്ന് വലിയ കേട്ടോ. ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അതും നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനമാണല്ലോ, കഞ്ഞിവെള്ളമൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് വേറെ പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻസ് വാങ്ങാനൊന്നുമില്ല. കഞ്ഞിവെള്ളം അടിപൊളിയാണ്. കഞ്ഞിവെള്ളത്തിന് അധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഗൈസ്, അത്രയ്ക്ക് അടിപൊളിയാണ്. ഫേസിനും അതെ, ഹെയറിനും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നല്ലതാണ് കേട്ടോ, നല്ല സംഭവമാണ്. നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്, സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. അല്ലാണ്ട് ഇത് കൊള്ളൂല, അല്ലെങ്കിൽ ഇത് നല്ലതല്ല, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടില്ല എന്ന് പറയരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ജെന്യൂനായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.